അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയും കൂടിയാണ്. വന്ന വഴി മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഇൻ ശക്കർതും ലഅസീദന്നകും. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അല്ലാഹു വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു തരുമെന്ന്. കഥ പറയാം. ബനു ഇസ്രായേലിൽ ഒരു 3 കൂട്ടുകാരുണ്ടായിരുന്നു. അവരെ പരീക്ഷിക്കാൻ റബ്ബൊന്ന് തീരുമാനിച്ചു. ആദ്യത്തെയാൾ വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു, രണ്ടാമത്തെയാൾ കഷണ്ടിക്കാരനും, മൂന്നാമത്തെയാൾ അന്ധനായിരുന്നു. അങ്ങനെ ഇവരെ പരീക്ഷിക്കാൻ റബ്ബൊന്ന് തീരുമാനിച്ചു. അല്ലാഹു ഒരു മാലാഖയെ മനുഷ്യകോലത്തിൽ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവരുടെ അടുക്കൽ ചെന്നു. ആദ്യത്തെ അടുക്കൽ ചെന്നിട്ട് മാലാഖ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ എന്നെ ഈ വെറുക്കുന്ന ഈ രൂപം, ഈ ചർമ്മം, അതൊന്ന് മാറിക്കിട്ടണം. ഒരു സുന്ദരനായ രൂപത്തിലായിരിക്കണം ഞാൻ. മാലാഖ അദ്ദേഹത്തെ ഒന്ന് തടവിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രോഗങ്ങളും മാറി. ഒരു സുമുഖനായ ചെറുപ്പക്കാരനായി മാറി. ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സമ്പത്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒട്ടകമാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു ഗർഭിണിയായ ഒട്ടകത്തെ അദ്ദേഹത്തിന് മാലാഖ കൊടുത്തു. എന്നിട്ടൊരു പ്രാർത്ഥനയും, അല്ലാഹു നിങ്ങൾക്കിതിൽ ബറക്കത്ത് ചെയ്യട്ടെ. മാലാഖ പോയി രണ്ടാമത്തെ അടുക്കിലേക്ക് ചോദിച്ചു, കഷണ്ടിക്കാരനാണ്, നിങ്ങൾക്കെന്താണ് ആവശ്യം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല മുടി വേണം, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകണം. മാലാഖ അദ്ദേഹത്തെ ഒന്ന് തടവി നല്ല മുടിയും കിളർത്തു, സുമുഖനായി. എന്താണ് നിങ്ങൾക്ക് എന്ത് സമ്പത്താണ് നിങ്ങൾക്ക് ആവശ്യം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പശുവിനെയാണ് ഇഷ്ടം. നല്ലൊരു ഗർഭിണിയായ ഒരു പശുവിനെയും അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ഇതിൽ ബറക്കത്ത് ചെയ്യട്ടെ. മൂന്നാമത്തെ അടുക്കിലേക്ക് മാലാഖ പോയി. അദ്ദേഹം അന്ധനാണ്, കാഴ്ച ശക്തിയില്ലാത്തയാളാണ്. അന്ധനായ അടുക്കിലേക്ക് മാലാഖ പോയപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? പറഞ്ഞു, എനിക്ക് ഈ ഭൂമി ഒന്ന് കാണണം, എൻ്റെ അന്ധത മാറണം, കാഴ്ച ശക്തി എനിക്ക് കിട്ടണം. മാലാഖ അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് കണ്ണൊന്ന് തടവിയപ്പോൾ അൽഹംദുലില്ലാ അത് പൂർവ്വസ്ഥിതിയിലേക്ക് നല്ല കാഴ്ച ശക്തിയുള്ള നല്ല കണ്ണുകൾ അല്ലാഹു അദ്ദേഹത്തിന് കിട്ടി, കാഴ്ച ശക്തി കിട്ടി. അദ്ദേഹത്തിൻ്റെ അന്ധത മാറി. അദ്ദേഹത്തിനൊരു ഗർഭം തികഞ്ഞ നല്ലൊരു ആട്ടിൻകുട്ടിയെയും കൊടുത്ത് മലക്ക് തിരിച്ചുപോയി. അങ്ങനെ ഇവരുടെ സമ്പത്തൊക്കെ വലുതായി പെറ്റുപെരുകി. മൂന്നാളുടെയും സമ്പത്ത് അല്ലാഹു അധികരിപ്പിച്ചു കൊടുത്തു. താഴ്വാരകൾ നിറയെ അവരുടെ സമ്പത്തുകളെ കൊണ്ട് മൂടി. കാലങ്ങൾക്ക് ശേഷം ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി മാലാഖ വീണ്ടും വന്നു. ആദ്യത്തെ അടുക്കിലേക്ക് കീറിപ്പറഞ്ഞ മുഷിഞ്ഞ രൂപത്തിൽ വെള്ളപ്പാണ്ട് പിടിച്ച ഒരു മനുഷ്യൻ്റെ ഒരു കോലത്തിൽ മാലാഖ അദ്ദേഹത്തെ ഒന്നാമത്തെ അടുക്കിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു വഴിയാത്രക്കാരനാണ്, എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് ഒരു ഒട്ടകത്തെ തന്ന് നിങ്ങൾ സഹായിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാലാഖയോട് പറഞ്ഞു, ഞാൻ വല്ലാതെ ബാധ്യതയിലാണ്, കടബാധ്യതയിലാണ്, എനിക്കിപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അപ്പം മാലാഖ ചോദിച്ചു, അല്ല, നിങ്ങൾ പണ്ട് വെള്ളപ്പാണ്ട് രോഗിയായിരുന്നില്ലേ, നിങ്ങൾക്ക് സമ്പത്ത് റബ്ബ് തന്നതല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ്, നിങ്ങൾക്ക് തരാനുള്ളതല്ല. അപ്പോൾ മാലാഖ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കളവാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ മുന്നത്തെ മുൻകോലത്തിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി. അദ്ദേഹം ഒരു വെള്ളപ്പാണ്ട് രോഗിയായി ദരിദ്രനായി മാറി. അങ്ങനെ മാലാഖ രണ്ടാമത്തെ അടുക്കിലേക്ക് പോയി ഒരു കഷണ്ടിക്കാരനായിട്ട്
കീറിപ്പറഞ്ഞ് മുഷിഞ്ഞൊരു വേഷത്തിൽ പോയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനൊരു യാത്രക്കാരനാണ്, എൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. ചോദിച്ചപ്പം രണ്ടാമത്തെ ആളും മറുപടി കൊടുത്തത്, ഞാൻ വല്ലാത്ത ബാധ്യതയിലാണ്, നിങ്ങളെ സഹായിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. മലക്ക് ചോദിച്ചു, അപ്പോൾ നിങ്ങളെ റബ്ബ് മുന്നേ കഷണ്ടിയല്ലായിരുന്നുവോ? നിങ്ങളെ ഈ കോലത്തിലേക്ക് സമ്പത്തിലേക്ക് അള്ളാഹു തന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അല്ല, ഞാൻ മുന്നേ എൻ്റെ പാരമ്പര്യമായി കിട്ടിയ സ്വത്തുകളാണ് ഇതൊക്കെ, ഞാൻ കഷണ്ടിയൊന്നുമില്ല എന്ന് മറന്ന് അദ്ദേഹം മുൻകഴിഞ്ഞ കാലം മറന്നുപോയി. വന്ന വഴി മറന്നിട്ട് അദ്ദേഹം അങ്ങനെ ആവർത്തിച്ചപ്പോൾ മലക്ക് പ്രാർത്ഥിച്ചു, എങ്കിൽ റബ്ബ് നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടക്കട്ടെ. അദ്ദേഹം വീണ്ടും കഷണ്ടിക്കാരനും ദരിദ്രനുമായി പോയി. മൂന്നാമത്തെ അടുക്കിലേക്ക് മലക്ക് തിരിച്ചു പോയി. ചെന്നപ്പോൾ മലക്ക് മൂന്നാമത്തെ അടുക്കിലേക്ക് അന്ധതയുടെ രൂപത്തിലാണ് ചെന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു അന്ധനാണ്, ഒരു യാത്രക്കാരനാണ്, എന്നൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാനും മുന്നേ ഒരു അന്ധനായിരുന്നു, എനിക്ക് നിങ്ങളെ വിഷമം നല്ലപോലെ അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എത്ര സമ്പത്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ഈ ആട്ടിൻകൂട്ടത്തിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് ആ വന്ന മാലാഖയോട് അദ്ദേഹം പറഞ്ഞു. മലക്ക് ഉടനെ തന്നെ കൈകളുയർത്തി അദ്ദേഹത്തിനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ, ഇനിയും അള്ളാഹു അധികരിപ്പിച്ചു തരട്ടെ, നിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചു. മലക്ക് തിരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് വീണ്ടും അഭിവൃദ്ധി അള്ളാഹു നൽകി. ആ നാട് മൊത്തം അദ്ദേഹത്തിൻ്റെ കീഴിലായി. ചരിത്രം സാക്ഷിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വന്ന വഴി മറക്കാത്തവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. അദ്ദേഹം നന്ദികേട് കാണിക്കാത്തതുകൊണ്ട് നന്ദിയുള്ളവനായപ്പോൾ അള്ളാഹു വീണ്ടും അധികരിപ്പിച്ചു കൊടുത്തു. നന്ദികേട് കാണിച്ച രണ്ട് കൂട്ടർക്കും അള്ളാഹു അവരുടെ സമ്പത്ത് തന്നെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് വന്ന വഴി മറക്കാത്തവരാകുക, നന്ദിയുള്ളവരായി തീരുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും സന്തോഷത്തിലും ഇസ്സത്തിലും സമാധാനത്തിലാക്കി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.